65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജനങ്ങൾക്ക് അവരുടെ ചികിത്സ, അവരുടെ ആരോഗ്യ പരിരക്ഷണം ഇവയൊക്കെയായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വയോമിത്രം പരിപാടി, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 55 വാർഡുകളിലാണ് കോർപ്പറേഷൻ ഈ പരിപാടി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ബാക്കി വാർഡുകളിലും കൂടി വരുന്ന ദിവസങ്ങൾ നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ ഈ വാർഡുകളിലേക്ക് അനുവദിക്കുന്ന പദ്ധതിയാണ് ആദ്യമായി ഒപ്പിട്ട ഫയൽ. സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ അത് മുൻഗണന നൽകിക്കൊണ്ടാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കൗൺസിൽ പാസ്സാക്കിയതാണ്, ആ ഫയലാണ് ഒപ്പിട്ടത്. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. അത് ഒറ്റ വാക്കിൽ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചപ്പോൾ, ഇപ്പോൾ തൊട്ടു മുമ്പ് സത്യപ്രതിജ്ഞയാണ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വീടും സ്ഥലവുമില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന കോർപ്പറേഷൻ്റെയും സാധ്യമാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം നേരത്തെ ഞങ്ങൾ പലതവണ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മെഡിക്കൽ ടൂറിസം, സ്പിരിച്വൽ ടൂറിസം, വിഴിഞ്ഞം പോർട്ടിൻ്റെ വികസനം, IT മേഖല, ഈ 4 മേഖലയിലും ഫോക്കസ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന വർഷങ്ങളിൽ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി നമുക്ക് മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയ വിയോജിപ്പിൻ്റെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരാളോടും യാതൊരു തരത്തിലുള്ള വിവേചനവും ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. അതിന് നരേന്ദ്രമോദിയാണ് മാതൃക. അദ്ദേഹത്തോട് നല്ലൊരു ഭരണ സംവിധാനം കൊണ്ടുപോകാനുള്ള പിന്തുണ ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചു.